Assalamu alaikum. Hello guys, welcome to my channel. വീണ്ടും പുതിയൊരു സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. സോ നിഫ്റ്റി ഡേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗ്രാഫിൻ്റെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ചേഞ്ചിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് അതായത് പ്രീവിയസ് ഡേ മാർക്കറ്റ് ക്ലോസ് ആയത് ഗ്രീൻ കളറിൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ. ഓക്കെ, അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഹൈയും ലോവും നിങ്ങൾ മാർക്ക് ചെയ്യും ഫസ്റ്റ് തന്നെ. ഓക്കെ, സോ ഇവിടെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ശരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ ഇത് പ്രീവിയസ് ഡേ മാർക്കറ്റ് ഹൈ പോയി താഴേക്ക് വന്നു, ചെറിയൊരു ഹൈ, ലോ, ഹൈ, ലോ, ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ല. സോ നമുക്കൊരു ഹൈ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ഹൈ കാണുന്നുള്ളത് ഈ ഒരു ഹൈ, അല്ലെങ്കിൽ ഇതൊരു ഹൈ, ഇതായിട്ട് കൂട്ടുക ഹൈ ഇതല്ലേ, സ്വിങ് ഹൈ കാണുമ്പോൾ ഒരു സ്വിങ് ഹൈ അവിടെയാണുള്ളത്. ഓക്കെ, പിന്നെ ലോ കാണാനായിട്ടുള്ളത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്, അതായത് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയത് ഇവിടെയാണ്. ഇതിന് മുമ്പായിട്ട് ചെറിയൊരു സ്വിങ് ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ ഇതും പറയാം. സോ റീസെൻ്റായിട്ട് ഇതും കാണുന്നുണ്ട്, ചെറിയൊരു സ്വിങ് ലോ ഇതും കാണുന്നുണ്ട്. സോ ഫസ്റ്റത്തെ ക്യാൻഡിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ താഴേക്കാണ് പോയത്, അതായത് സ്വിങ് ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ അല്ല. സോ എനിക്ക് വേണ്ടത് എന്താണ്, ഒരു താഴേക്കുള്ളൊരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ സോ നമ്മൾ എന്താ ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എൻട്രി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, പ്രീവിയസ് അതായത് എനിക്ക് വേണ്ട ഫിബ് റിട്രേസ്മെൻറ്റിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്രൈസ് വി വാപ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്രൈസ് കയറിയിട്ട് ഇറങ്ങണം, അങ്ങനെയാണ് സാധാരണ മാർക്കുന്നത്. സോ എൻട്രി എടുക്കേണ്ടത് എവിടെയാണ്, 0.236. സോ ഞാനിവിടെ ഫിബ് ആദ്യം വരയ്ക്കട്ടെ. സോ ഫിബ് റിട്രേസ്മെൻറ്റ് വരച്ചു. ഇനി നിങ്ങൾക്ക് എൻട്രി എവിടെ വരാം, 0.236. എത്ര മണിക്കാണ്, 10:10 സമയത്താണ് എൻട്രി, 10:10. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സംഭവം കണ്ടല്ലോ നിഫ്റ്റിയിൽ. ഇനി ഞാൻ ഇതിൻ്റെ പ്രീമിയം ചാർട്ട് എടുക്കുന്നുണ്ട്. 25,000 പ്രീമിയം അറ്റ് ദ മണി 25,000 ആണ് നടന്നത്. ഓക്കെ, ഇതിൽ ഞാൻ 10:10 റേഞ്ചിൽ എനിക്ക് എൻട്രി. ഓക്കെ, 15 മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വിങ് ഹൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ചോളൂ. അതായത് ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയത്, സോ ഇതൊരു ഹൈ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഡേയിലാണ്, പിന്നെ ഇതൊരു ലോ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ഫിബ് റിട്രേസ്മെൻറ്റ് വരക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ടു ലോ നിങ്ങളോട് വരക്കുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ എൻട്രി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 0.236 എടുക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. 0.236 നല്ലൊരു റേഞ്ചാണ്. ഇവിടെ പ്രീമിയം കുറച്ച് ഡീക്ക് ആയിട്ടുണ്ട്, ഇത് മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ പറയാനുള്ളത് 0.236 ഫ്യൂച്ചർ ചാർട്ടിൽ എൻട്രി വരുന്നുണ്ട് ഏത് സമയത്താണ്, 10:10. സോറി, നേരത്തെ 10 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിം ആയിരുന്നല്ലേ. ഓക്കെ, 10:10 എൻട്രി വരുന്നുള്ളത്. 7:10 ഒരു മിനിറ്റ്, സോറി, ഈ ആപ്പിൽ എത്ര മണിക്ക് എൻട്രി വരുന്നത്, അതൊക്കെ 10:05. ഓക്കെ, 10:05 ടച്ച് ചെയ്യുന്നുള്ളത്, 10:15 താഴേക്ക് വീഴുന്നുണ്ട് അല്ലേ. 10:05 ക്യാൻഡിൽ, 10:15 ക്യാൻഡിൽ. സോ അവിടെ എൻട്രി നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ആ ഒരു സമയത്താണ്, ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു 10% ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് നിങ്ങൾ ഈ ഹൈ വരെ കൊണ്ടുപോകും, 40% കിട്ടി ഇവിടെ. ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് എടുത്താലും നിങ്ങൾക്ക് മോശമില്ല, ഇതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കും. ഓക്കെ, നിങ്ങൾക്ക് ടാർഗറ്റായിട്ട് മിനിമം ഞാൻ പറയുന്നുള്ളതാണ് ഇത്ര 30%. ഇനി ഫിബ് റിട്രേസ്മെൻറ്റിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ആണെന്ന് പറഞ്ഞ ആൾക്കാർ, അതായത് ഫിബ് റിട്രേസ്മെൻറ്റ് ഞാൻ എടുക്കുന്നുള്ളത് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളെല്ലാവരും സംശയിക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ പറയും, അതായത് പ്രൈസ് മുകളിലോട്ടേക്കല്ലേ പോകുന്നുള്ളത്, പ്രൈസ് മുകളിലോട്ടേക്കല്ലേ പോകുന്നുള്ളത്. സോ ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കേണ്ടത് താഴെ നിന്ന് മുകളിലോട്ടേക്കല്ലേ. അങ്ങനെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സംശയം ഉണ്ടാവും. അത് സെറ്റിങ്സിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഓക്കെ, സെറ്റിങ്സ് ഇതൊക്കെ ഞാൻ ആഡ് ഇങ്ങനെ, അതായത് നിങ്ങൾക്ക് ഫിബ് റിട്രേസ്മെൻറ്റ് വേണ്ടത് എങ്ങനെയായിരിക്കും. ഇതാണ് എൻ്റെ സ്വിംഗ് ലോ, ഇതല്ല, ഇതാണ് എൻ്റെ ഒരു ഹൈ. സോ 0. ഓക്കെ, 1 ആണ് ലോ, ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 നിന്ന് 0 വരെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എവിടെയാണ് കിട്ടേണ്ടത്, 0.786 ഈ റേഞ്ചിലാണ്. ഇങ്ങനെയല്ല ഞാൻ പറയുന്നുള്ളത്. ഓക്കെ, ഞാൻ പറയുന്നത് നേരെ ഉൾട്ടാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. എനിക്ക് പല സംഭവം, നിങ്ങൾക്ക് മാർക്കറ്റിൽ പല സംഭവം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞങ്ങൾക്ക് കണ്ടിട്ടുള്ളത് 0.236 അടുത്തുള്ള ഒരു എൻട്രിയാണ്. ഓക്കെ, ഇങ്ങനെ എൻട്രി എടുക്കലുണ്ട്. ഇതിപ്പോൾ സമയം നോക്കുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി 0.236 ടച്ച് ചെയ്യുന്നുള്ളത് ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, 10:05 ക്യാൻഡിലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് പ്രീമിയത്തിൽ എൻട്രി എടുക്കുക. ടാർഗറ്റ് നിങ്ങൾക്ക് ഇത്ര മിനിമം കൊണ്ടുപോകാം, 1 മിനിമം കൊണ്ടുപോകാം. ഓക്കെ, 40%-ൻ്റെ അടുത്ത്. പക്ഷേ ഞാൻ ഈ മാക്സിമം ഈ ലൈൻസുകളൊക്കെ അവോയ്ഡ് ചെയ്തെന്ന് തരാം, ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ആകെ വേണ്ടത് ഈ 0.236 ആണ്.
ഓക്കെ 0.236ഉം 1ഉം അതിന് മുകളിലേക്കുള്ള ടാർഗറ്റ്. മിനിമം നിങ്ങൾക്ക് ഇത്ര കൊണ്ടുപോകാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ കാണിച്ചാൽ ബാങ്ക് നിഫ്റ്റി കാണിക്കാം, ഫിൻ നിഫ്റ്റി കൂടി കാണിച്ചാൽ. ബാങ്ക് നിഫ്റ്റി കാണിക്കേണ്ടത് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ചാർട്ടല്ലേ. ഓക്കെ, ഫിൻ നിഫ്റ്റിയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻഡെക്സ് ഞാൻ നോക്കാറില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഫിബർ ട്രേസ്മെൻറ്റ് വരക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നിന്ന് ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈ വരെ നിങ്ങൾ വരച്ച്. ഓക്കെ, 0.236ൻ്റെ റേഞ്ചിൽ നിങ്ങൾക്കിടെ എൻട്രി. ഓക്കെ, 0.236ൻ്റെ റേഞ്ചിൽ എൻട്രി. uh, 23,600ൻ്റെ പുത് സൈഡാണ് നോക്കേണ്ടത്. .236ൻ്റെ അടുത്ത് നിന്നുള്ള എൻട്രി. ഓക്കെ, ഇത്ര വേണ്ട, ഇതിപ്പോൾ എത്ര 1:5 ആയില്ല, 1:2.73 ഈ റേഞ്ചൊക്കെ നിങ്ങൾക്ക് മിനിമം കൊണ്ടുപോകാം, പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം, അതായത് നിങ്ങൾക്ക് ഈ എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് വീണ്ടും മാർക്കറ്റ് ഒരു താഴേക്ക് വരുന്നുള്ള എൻട്രി. ഈ സൈഡ് നോക്കിക്കോ, ഈ ഒരു ലോഡിന് എടുത്തെന്ന് വിചാരിച്ചു. ഈ ലോഡ് എടുത്താലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഏകദേശം 0.236 കണ്ടല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രൈസ് എത്ര പോയില്ല എന്ന് മാത്രം, 40% നിങ്ങൾക്ക് എത്ര പോയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ ആവശ്യമില്ല ഇതിൽ, ഇത്ര സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇവിടെ 1:1.5 കിട്ടി, 1:1 മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പ്രശ്നമില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എന്തായാലും കയറി വെക്കേണ്ട വേണം, പക്ഷേ 40% കിട്ടുന്നുണ്ട്. വേറെ എന്താ ഇതിൻ്റെ ആവശ്യം, വേറെ സംഭവത്തിൻ്റെ ആവശ്യമില്ല. ഫിബർ ട്രേസ്മെൻറ്റ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് പോകുന്നുള്ളവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും, ഷെയർ ആരും ചെയ്യില്ലെന്നറിയാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യും പ്ലീസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.